ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വിഷയം ഒരു സബ്സ്ക്രൈബർ സ്ഥിരമായി ചോദിച്ചിരുന്നൊരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. കറക്റ്റ് പോയിന്റ്സ് ആണോന്നൊന്നും അറിയില്ല. അതായത് ഗസ്റ്റ് വരുമ്പോൾ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ രണ്ട് തരത്തിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരും. ഒരെണ്ണം പെട്ടെന്ന് വരുന്ന ഗസ്റ്റുകളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ നിൽക്കാൻ വേണ്ടി വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നതായിരിക്കാം. അപ്പോൾ ആദ്യം തന്നെ പെട്ടെന്ന് വരുന്ന ഗസ്റ്റുകൾക്കായിട്ട് നമുക്കൊരു കാര്യമുള്ളത്, വരുമ്പോൾ തന്നെ അവരെ നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക, കൊണ്ടുവന്ന് ഇരുത്തുക, സംസാരിക്കുക, വിശേഷങ്ങളൊക്കെ പറയുക. ടി വി കാണുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഓഫ് ചെയ്യുക, എന്നിട്ട് അവരോട് സംസാരിക്കുക. അതിനുശേഷം കുടിക്കാമെന്നെങ്കിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തണുപ്പോ ഉള്ള ചൂടാണെന്നുണ്ടെങ്കിൽ തണുപ്പുള്ള എന്തെങ്കിലും ഡ്രിങ്ക്സ് കുടിക്കാൻ കൊടുക്കാം, ജ്യൂസ് എന്തെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ചായയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അത് എടുക്കുമ്പോൾ തന്നെ അവരോടൊന്ന് ചോദിക്കുക, മധുരം ഇടണോ അല്ലെങ്കിൽ തണുപ്പ് വേണോ എന്നൊന്ന് പ്രത്യേകം ചോദിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അത് മാത്രമല്ല, അവർക്ക് സ്നാക്സ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടി കൊടുക്കാം. നമ്മുടെ വീട്ടിൽ പലപ്പോഴും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ആ സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ച് വീട്ടിൽ ചിലപ്പോൾ വരുമ്പോൾ ആ നേരത്തെ നമ്മൾ ആകെ ടെൻഷനാവും, എന്താ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് നമ്മളൊന്ന് കരുതി വെക്കുക, ഗസ്റ്റ് എപ്പോഴെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ. പക്ഷെ അതൊരു കാര്യമുള്ളത്, അത് ചീത്തയാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളത് അവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഗസ്റ്റ് വരുമ്പോഴേക്ക് എടുക്കുമ്പോഴേക്കും അത് ചീത്തയായി പോണതിന് മുമ്പ് അത് മാറ്റി നമ്മളത് അപ്പം ആ ടൈം മക്കൾക്ക് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പുതിയത് മേടിച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്ന് അതൊന്ന് കരുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കൊക്കെ ചിലപ്പോൾ നമുക്ക് അബദ്ധങ്ങൾ പറ്റാം, വന്നാലും ഒന്ന് കരുതി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ നേരത്തെ ടെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഗസ്റ്റ് പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് ഫുഡിനായിട്ട് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ഇത്തിരി കൂടി പ്ലാനിങ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ അവർ ജസ്റ്റ് ഫുഡിനായിട്ട് നമ്മൾ ക്ഷണിച്ചിട്ട് അവർ വരുമ്പോൾ, അപ്പം ആദ്യത്തെ കാര്യം നമുക്ക് ഫുഡിൻ്റെ കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഫാമിലിയിൽ നമ്മൾ ജോയിൻറ്റ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒന്ന് ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ആണ് ആദ്യം തന്നെ തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്ക് വീട്ടിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു 10 ആൾക്കുള്ള ഫുഡിന് എത്രത്തോളം ഐറ്റംസ് വേണമെന്ന് നമ്മളൊരു വട്ടം ഉണ്ടാക്കി നോക്കി നമുക്ക് ഏതാണ്ട് മനസ്സിലാവും. അപ്പോൾ അത് കൂടുതലായോ കുറഞ്ഞോ അതനുസരിച്ച് നമ്മളൊരു കണക്കൂട്ടലിൽ എഴുതി വെക്കുക. അപ്പോൾ ഇത്ര ആൾക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഫുഡ്, ഇപ്പോൾ ചിക്കൻ ആയാലും ബീഫ് ആയാലും അങ്ങനെയൊക്കെ മേടിക്കുന്നത് ഒരളവുകൾ എഴുതി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അത് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ബുക്ക് എടുത്താൽ ഈസി ആയിട്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ആൾക്ക് ഇത്ര ക്വാണ്ടിറ്റിയോളം മേടിച്ചാൽ മതി എന്ന് മനസ്സിലാവും. അപ്പോൾ ഫുഡ് കുറഞ്ഞു പോയി അത് മോശമല്ലേ. അപ്പോൾ ഫുഡ് ഇത്തിരി അധികം ആയാലും കുഴപ്പമില്ല, നമുക്കത് പിന്നീട് അതിൽ ഉപയോഗിക്കാം. പക്ഷെ എന്നാലും കുറേ അധികം ആയാലും അത് വേസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കണക്കൂട്ടി നമ്മൾ വീട്ടിലെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ട്, ഇനിയിപ്പോൾ വീട്ടിൽ അമ്മ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന ഡിഷസ് ഓരോരുത്തർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യുന്ന പോലെ ആവും ചെയ്തു. മാത്രമല്ല നമുക്ക് ഒരാൾക്ക് മാത്രം ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഡിഷുകൾ പ്ലാൻ ചെയ്യുക. അത് മാത്രമല്ല, നമുക്ക് തലേദിവസം ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു വെക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് മറക്കാതെ ഫുഡിൻ്റെ കാര്യം അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ദിവസത്തേക്ക് എല്ലാം കൂടി വെക്കാതെ നമുക്ക് തലേദിവസം ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതൊക്കെ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുകയും ടൈം അനുസരിച്ച് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഫുഡ് ഉണ്ടാക്കുമ്പോൾ വരുന്നവരുടെ പ്രിഫറൻസും കൂടി ഒന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. വെജിറ്റേറിയൻസ് ആണോ, നോൺ വെജ് കഴിക്കുമോ, നോൺ വെജിൽ എന്തെങ്കിലും അവർ കഴിക്കാത്തതുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജീസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ്റണം അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്നായി. അപ്പോൾ പിന്നെ നമുക്ക് അത് ഉണ്ടാക്കാതെ അവോയ്ഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഫുഡിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനിയുള്ള നമുക്ക് വീട് എങ്ങനെയാണ് ഒതുക്കിയിടേണ്ടത്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. അപ്പോൾ തലേദിവസം തന്നെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് തലേദിവസം അല്ലെങ്കിൽ അതിൻ്റെ വരുന്നതനുസരിച്ച് ഒരാഴ്ച കൊണ്ട് എങ്ങനെയാ വെച്ചാൽ അത് ഒതുക്കി നമ്മൾ വീട് എടുക്കുക. വീട് വൃത്തിയായിട്ട് തന്നെ കിടക്കണം, അല്ലെങ്കിൽ അത് അവർക്ക് അതിന് നമുക്ക് അതിന് സാധനങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ ആ സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വീട് ഒതുക്കിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല ബാത്റൂം ആയാലും നല്ല ക്ലീൻ ചെയ്തിടുക. നമുക്ക് എടുക്കാവുന്ന പോലെ ഐറ്റംസ് ഒക്കെ വയ്ക്കുക. ഇപ്പോൾ ടവൽ, സോപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് അവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നമുക്ക് അറിയുന്ന സ്ഥലങ്ങൾ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക. അത് പ്ലാൻ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ നേരത്തെ ചോദിക്കുമ്പോൾ തോർത്തില്ല, സോപ്പില്ല, അല്ലെങ്കിൽ പേസ്റ്റ് ഇല്ല, അങ്ങനെയൊക്കെ ആകെ ബുദ്ധിമുട്ടായി പിന്നെ അതൊരു നമുക്ക് തന്നെ ടെൻഷനാവും. അതുകൊണ്ട് ടെൻഷൻ ഇല്ലാണ്ടിരിക്കാനാണ് പ്ലാൻ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാൻ പറയുന്നത്. മാത്രമല്ല, അവർ വരുമ്പോൾ അവർക്ക് വായിക്കാൻ വല്ല ബുക്സോ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ടി വി കാണണമെങ്കിൽ അങ്ങനെ അതനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങളും കൂടി നോക്കിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നത്തെ കാര്യമുള്ളത്, അവരവരെ വീട് പോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അവരും കുറേ കാര്യങ്ങളൊക്കെ അവരുടെ സ്വന്തമായിട്ട് ചെയ്തോളും. നമ്മൾ തന്നെ അവരുടെ ഇങ്ങനെ പിന്നാലെ നടക്കണ്ട. അവർക്കൊരു ഫ്രീനെസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. ഇനിയിപ്പോൾ അവർ അറിയാതെയാണ് വരുന്നത്, നമ്മുടെ വീട് എവിടെയാണെന്ന് അറിയില്ല, കറക്റ്റ് വഴിയൊന്നും അറിയില്ലെങ്കിൽ കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുക്കാം. അത് മാത്രമല്ല, GPS അവർക്ക് മാപ്പ് നമുക്കിപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യാം.
പിന്നത്തെ കാര്യമുള്ളത് ഫുഡിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലേദിവസം പ്ലാൻ ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഗസ്റ്റ് വരുമ്പോഴേക്കും ഫുൾ പണികൾ കഴിഞ്ഞിരിക്കുന്നതാണ്. അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ എൻജോയ് ചെയ്തിരിക്കുക. അല്ലാതെ അവർ വരുന്ന നേരത്തെ കിച്ചണിൽ കിടന്ന് പണിയെന്ന് വെച്ചാൽ വല്ലാത്ത പാടാണ്. അതുകൊണ്ടാണ് പ്ലാൻ ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞത്. മാത്രമല്ല ടേബിളുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള പ്ലേറ്റുകൾ, സ്പൂണുകൾ അത് ഫുൾ സെറ്റ് ചെയ്ത് അവർ വരുന്നതിന് മുമ്പ് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നേരത്തെ ഈസി ആയിട്ട് അതൊക്കെ നമുക്ക് ഒന്നും ഷെൽഫിൽ നിന്ന് എടുത്ത് അപ്പം ആ നേരത്തെ വലിച്ച് വാരി ഇടേണ്ട കാര്യമില്ല. നമുക്ക് ഫുള്ള് സെറ്റ് ചെയ്ത് കഴുകി ഉണക്കി വെക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ്ങിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ ഇരിക്കാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫുഡിൻ്റെ കാര്യം അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ്. അത് മാത്രമല്ല ഇനി ഫുഡ് സപ്പോസ് ബാക്കിൻ്റെ അധികം ഉണ്ടെന്ന് വെച്ചാൽ അവരിപ്പോൾ വീട്ടിലേക്ക് പോവാണ്, അവർ അകലെയുള്ള വീട്ടിലെ ആളുകളാണെന്നുണ്ടെങ്കിൽ പോകുമ്പോൾ നമുക്ക് അവർക്ക് ഫുഡ് വേണമെങ്കിൽ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കാം. കാരണം ചിലപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് അവർ വൈകിട്ടാകുമ്പോഴേക്കും പോകുമ്പോഴേക്കും പോകുന്ന വഴിയിൽ നിന്ന് അല്ലെങ്കിൽ കഴിക്കുന്ന അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇനി ഭക്ഷണമൊക്കെ അവർക്ക് വയ്ക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കുറച്ച് പാക്ക് ചെയ്ത് കൊടുത്തയക്കും. അവർക്ക് വളരെ സന്തോഷമാവും ചെയ്യും. അത് നമ്മളും വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കുകയും ചെയ്യേണ്ട, അതൊരു നല്ല കാര്യമായില്ല. അപ്പോൾ അതും കൂടി അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഗസ്റ്റ് വരുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അത്രയ്ക്ക് തന്നെ ഉള്ളത്. ഇപ്പം മിക്കവരൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും. എന്നാലും നിങ്ങൾക്കും ഇതുപോലെ തന്നെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് മറക്കാതെ എന്നോട് പറയാം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും എല്ലാവരോടും ബൈ ബൈ.